ദേശാഭിമാനി മുഖപ്രസംഗം 2024 ആഗസ്റ്റ് 10. സ്വപ്നങ്ങളുടെ കാവൽക്കാര, തുടരൂ ഈ സംഗീതം. പാരീസ് ഒളിമ്പിക്സിന് കൊടിയിറങ്ങാൻ ഇനി 2 ദിവസം മാത്രം. മെഡൽ പട്ടികയിൽ ഇന്ത്യ വിദൂരത്തെവിടെയോ ആണ്. 144 കോടി ജനങ്ങൾക്ക് ഓർക്കാനും ഓമനിക്കാനും വിരലിലെണ്ണാവുന്ന മെഡലുകൾ മാത്രം. ഭൂമിയിൽ പൊട്ടുപോലുള്ള രാജ്യങ്ങളും ദുരിതക്കയത്തിൽ നീറിയവരും പടിക്കുപുറത്ത് നിർത്തിയ രാജ്യങ്ങളും പൊന്നിലൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കരീബിയൻ ദ്വീപിൽ നിന്ന് വേഗറാണിയുണ്ടായി. ഉക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്നെത്തി മെഡൽ വാങ്ങിയവരുമുണ്ടായി. വിശക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ മെഡലിലൂടെ ജീവൻ വീണ്ടെടുത്തു. അതിനിടയിലും നീരജ് ചോപ്ര പരത്തിയ വെള്ളി വെളിച്ചം കാണാതിരുന്നുകൂടാ. ഷൂട്ടർമാർ മുഴക്കിയ വെങ്കലയൊച്ച കേൾക്കാതിരിക്കാനാകില്ല. സുവർണകാലത്തേക്ക് യാത്ര തുടങ്ങിയ ഹോക്കി ടീമിൻ്റെ വെങ്കല നേട്ടവും ചെറുതല്ല. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇന്ത്യയുടെ നെഞ്ചുനീറ്റിയ 2 വിടവാങ്ങലുകളുണ്ട്. അവർ അവസാനമായി കുറിച്ച വരികളുണ്ട്. അതിലൊന്ന് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറായ മലയാളി PR ശ്രീജേഷിൻ്റേതാണ്. മറ്റൊന്ന് നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് പുറത്തായ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിൻ്റേതാണ്. ഒരാൾ ഹോക്കി അവസാനിപ്പിച്ചു, മറ്റൊരാൾ ഗുസ്തി നിർത്തി. രണ്ടുപേരുടെയും കാരണങ്ങൾ വേറെ, സാഹചര്യങ്ങൾ വേറെ. കേരളത്തെ സംബന്ധിച്ച് അഭിമാനമാണ് ശ്രീജേഷ്. വെങ്കല നേട്ടത്തോടെ 2 പതിറ്റാണ്ട് പിന്നിട്ട ഹോക്കി ജീവിതം സന്തോഷത്തോടെ അവസാനിപ്പിച്ചു. ഇന്ത്യയുടെ പ്രകടനത്തിൽ ശ്രീജേഷിൻ്റെ രക്ഷപ്പെടുത്തലുകൾ നിർണായകമായി. 52 വർഷത്തിന് ശേഷം ഹോക്കിയിൽ തുടരെ 2 മെഡൽ സാധ്യമായി. 2 ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്ന ബഹുമതിയും സ്വന്തം. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫ്രെഡറിക്സ് എന്ന കണ്ണൂർക്കാരനാണ് ആദ്യ മെഡലിന് അവകാശി. മാനുവൽ ശ്രീജേഷിനെ പോലെ വെങ്കലം നേടിയ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. തുടർച്ചയായുള്ള ഒളിമ്പിക് മെഡൽ ഇന്ത്യൻ ഹോക്കിക്ക് ഊർജം പകരും. 8 സ്വർണ്ണമടക്കം 13 മെഡലായി ഹോക്കിയിൽ. ശ്രീജേഷിൻ്റെ പ്രകടനവും വിജയവും നമ്മളെ ആകെ അഭിമാനം കൊള്ളിക്കുന്നു. ടോക്കിയോവിൽ 8 കളിയിൽ 40 രക്ഷപ്പെടുത്തലുകളാണ് ഈ ചെറുപ്പക്കാരൻ നടത്തിയതെങ്കിൽ പാരീസിൽ എതിരാളിയുടെ 50 ഗോൾ അവസരങ്ങളാണ് തട്ടിത്തെറിപ്പിച്ചത്. എറണാകുളം കിഴക്കമ്പലത്തെ പള്ളിക്കര എന്ന ഗ്രാമത്തിൽ സാധാരണ ചുറ്റുപാടിൽ ജനിച്ച് രാജ്യത്തിൻ്റെ അഭിമാനപുത്രനായി മാറിയ കഥ പുതിയ തലമുറയ്ക്ക് മാതൃകയും പ്രചോദനവുമാകും. ഏതൊരു കുട്ടിയെയും പോലെ എല്ലാ സ്പോർട്സിലും പങ്കെടുത്താണ് ഹോക്കിയിലെത്തുന്നത്. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളാണ് ഹോക്കിയിലേക്കുള്ള വഴി തുറന്നത്. കേരളം പോലെ ഹോക്കിക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത നാട്ടിൽ നിന്നാണ് ലോകവേദിയിലെത്തി മിന്നും താരമായതെന്ന് ഓർക്കുക. കഠിനാധ്വാനവും ആത്മസമർപ്പണവും ഉണ്ടെങ്കിൽ ഏത് വിജയവും സാധ്യമാകുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ 36കാരൻ. മുന്നോട്ടുള്ള യാത്രയിൽ കുടുംബത്തിൻ്റെ താങ്ങും തണലും കൂട്ടായിരുന്നുവെന്ന് ശ്രീജേഷ് പറഞ്ഞിട്ടുണ്ട്. കൃഷിക്കാരനായിരുന്ന അച്ഛൻ PV രവീന്ദ്രൻ വീട്ടിലെ പശുവിനെ വിറ്റ് മകന് കളിയുപകരണങ്ങൾ വാങ്ങിക്കൊടുത്തതിൽ നിന്ന് തുടങ്ങുന്നു ചരിത്രം. സ്വപ്നങ്ങളുടെ കാവൽക്കാരനെന്ന് സ്വയം വിശേഷിപ്പിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ട ശ്രീജേഷ് ഹോക്കിയിൽ പുതിയ വേഷത്തിൽ അവതരിച്ചേക്കും. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാകുമെന്ന് തീർച്ച. ദേശീയ ടീമിൻ്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനായി യാത്ര തുടരുമെന്ന് ഉറപ്പാണ്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് അമ്മയ്ക്ക് വൈകാരികമായ കുറിപ്പെഴുതിയാണ് ഗോതവിട്ടത്. ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു എന്ന വാചകം ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിനെ പൊള്ളിക്കും. ഫൈനലിൽ എത്തിയിട്ടും മെഡൽ കിട്ടാതെ പോയ ദുര്യോഗമാണുണ്ടായത്. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് അയോഗ്യ ആക്കപ്പെട്ടു. ആരാണ് ഈ വിനേഷ് എന്നറിയുമ്പോഴാണ് നഷ്ടത്തിൻ്റെ ആഴം മനസ്സിലാകുക. ഗുസ്തി താരങ്ങൾ നടത്തിയ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്നു. 18 മാസം കളിജീവിതം തടസ്സപ്പെട്ട ശേഷമാണ് ഒളിമ്പിക്സ് വേദിയിലെത്തിയത്. വിനേഷിൻ്റെ പാരീസിലെ സാന്നിധ്യം മാത്രം മതി അവരെ നെഞ്ചോട് ചേർക്കുവാൻ. അയോഗ്യയാക്കിയതുകൊണ്ട് മാത്രമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചതെന്ന് പറയാനാകില്ല. ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ കൊള്ളരുതായ്മകൾ തുടരുമെന്നും അതിനെ അതിജീവിച്ച് ഇനി മുന്നോട്ട് പോകാനാകില്ലെന്നുമുള്ള തിരിച്ചറിവ് കൂടിയാകാം ഈ പിന്മാറ്റത്തിന് കാരണം. ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾ ഇപ്പോഴും തെരുവിൽ അലയടിക്കുമ്പോൾ പ്രത്യേകിച്ചും. ഇന്ത്യ സൃഷ്ടിച്ച എക്കാലത്തെയും മികച്ച രാജ്യാന്തര അത്ലീറ്റാണ് നീരജ് ചോപ്ര. മെഡലിനപ്പുറം 4 വർഷമായി സ്ഥിരതയാർന്ന പ്രകടനം തുടരുന്നു എന്നതാണ് സവിശേഷത. ജാവലിൻ ത്രോയിൽ കഴിഞ്ഞ തവണ സ്വർണം നേടിയ 26കാരൻ ഇക്കുറി വെള്ളിയിലേക്ക് മാറി. പാരീസ് ഒളിമ്പിക്സിലെ അനുഭവപാഠങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ കരുത്താകും. ഈഫൽ ഗോപുര ചുവട്ടിൽ വീണവരും വാണവരുമുണ്ട്, ചിരിച്ചവരും കരഞ്ഞവരുമുണ്ട്. ശ്രീജേഷ് കുറിച്ച പോലെ ഇതൊരു അവസാനമല്ല, മനോഹരമായ ഓർമ്മകളുടെ തുടക്കമാണ്.